Hi guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ കുറേ അധികം 5 കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് കോണ്ടാക്ട് ലെൻസ് മേടിച്ചിട്ടുണ്ട്. ഞാൻ വളരെയധികം ത്രിൽഡാണ്. കാരണം വെച്ചാൽ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് കോണ്ടാക്ട് ലെൻസ് വെക്കണം എന്നുള്ളത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനും പേടിയും, പൊതുവേ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് കുറേ നാളിങ്ങനെ നീട്ടിക്കൊണ്ട് പോയൊരു കാര്യമാണിത്. പക്ഷേ ഞാനൊരു മേക്കപ്പ് ലുക്ക് വീഡിയോ ഓണത്തിൻ്റെ ചെയ്തപ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, ചേച്ചി കോണ്ടാക്ട് ലെൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മേക്കപ്പ് ലുക്കിനൊക്കെ അത് വളരെയധികം നല്ലതാണ്, ഫേസ് തന്നെ ചേഞ്ച് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഓണം ഫോട്ടോഷൂട്ട് വന്നത്. ഓണം ഫോട്ടോഷൂട്ടിന് വന്നപ്പോഴേക്കും നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ വെക്കുന്നതാണ്. വിപിനെയാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ചെയ്തത്. അപ്പം എനിക്ക് ആദ്യം വെച്ചപ്പോഴേക്കും എൻ്റെ ഒരു കണ്ണിൽ മാത്രം ഇരിക്കുന്നുണ്ടായിരുന്നില്ല, നേരെ മുകളിലോട്ട് പോവുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിച്ച അത്രയും ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിബീന ഓർഡർ ചെയ്യുന്നിടത്തു നിന്ന് തന്നെ വിബീനെ കൊണ്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്യിപ്പിച്ചത്. കാരണം വെച്ചാൽ എനിക്കിത് ഓർഡർ ചെയ്യണതൊന്നും അറിയത്തില്ല. അപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ അറിയുന്ന ആൾക്കാർ വഴി ചെയ്യുന്നതാണല്ലോ നല്ലത്. അപ്പോൾ വിബീനെ എനിക്ക് 5 ഡിഫറെൻറ്റ് കളേഴ്സ് മേടിച്ച് തന്നു. അപ്പം കളേഴ്സിൻ്റെ ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നു. അതിൽ ഞാൻ 5 സെലക്ട് ചെയ്തിട്ടാട്ടോ അയച്ചത്. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ത്രോ ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു 4 ടൈംസ് എങ്കിലും ഒരു ലെൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ സൊല്യൂഷൻ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. സൊല്യൂഷൻ ഞാനിങ്ങനെ യൂട്യൂബിൽ കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സൊല്യൂഷൻ നോക്കിയിട്ടാട്ടോ ഞാൻ മേടിച്ചത്. കാരണം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സൊല്യൂഷന് മേടിച്ചു. അപ്പോൾ ഒരു 4 ടൈംസ് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഓരോന്നും വെച്ച് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതുകൊണ്ടിങ്ങനെ അത് കിട്ടിയപ്പോൾ തൊട്ട് നിങ്ങളെ കാണിച്ചു തരണം എന്നുള്ളൊരു കൊതിയും പിന്നെ ഭയങ്കര ആക്രാന്തമായിരുന്നു നിങ്ങളെ പെട്ടെന്ന് കാണിച്ചു തരണം എന്നുള്ളത്. പക്ഷേ ഓൾറെഡി ഞാനിത് മേടിച്ച് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഞാൻ വെച്ചു കേട്ടോ. ഒരെണ്ണം വെച്ചത് നമ്മളുടെ ഉണ്ണിമായയുടെ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയുടെ ഹൽദിക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ കണ്ണിൽ ഞാൻ കോണ്ടാക്ട് ലെൻസ് വെച്ചേക്കുന്നത്. പക്ഷെ അത് ഭയങ്കര എടുത്തറിയുന്ന ടൈപ്പൊന്നുമല്ല, ഒരു ഡാർക്ക് ഗ്രേ ആണ് വെച്ചത്. പക്ഷേ എൻ്റെ കണ്ണിൽ അത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന കളറായിരുന്നു. അതുകൊണ്ട് ഭയങ്കര എടുത്തൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കാണാത്തവർക്ക് എന്തായാലും ആ ഹൽദി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അത് ഓരോന്നും വെച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ അന്ന് വെച്ചപ്പോഴേക്കും ഫസ്റ്റ് ടൈം വെക്കണതിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ക്യാമറയിൽ നിന്ന് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് ക്യാമറയിൽ എനിക്ക് വെക്കാൻ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് പിന്നെ മിററിൻ്റെ അടുത്ത് പോയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ മിററിൻ്റെ അടുത്ത് ചെയ്യണതാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം ടൈം കളയാണ്ട് വീഡിയോയിലേക്ക് പോകാം. കുറേ നേരമല്ലേ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ഞാൻ ഇവിടെ താഴെയോ ഈ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും ലിങ്ക്. അപ്പം ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യുക. അതിൽ സ്റ്റോറീസും റീൽസും എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. ഈവൻ നമ്മുടെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മിററിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഓരോന്നും വെച്ച് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ കാണിച്ചു തരാം. സൊല്യൂഷൻ വന്നിട്ട് ഇതാണേ, നൂ എന്നാണ് പേര്. ആക്ച്വലി ഇതിന് റേറ്റ് വന്നിട്ട് 145 റുപ്പീസാണ്. ഇത് ഞാൻ എത്രേൻ്റെയാണ് മേടിച്ചത്? 60 ml കേട്ടോ ആദ്യം മേടിച്ചത്. കാരണം യൂസ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് 60 ml ആണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇത് ഞാൻ കുറേ പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാട്ടോ മേടിച്ചത്. അപ്പോൾ എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് ഞാനത് മേടിച്ചത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കൈ നല്ല വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ സൊല്യൂഷനിൽ അതൊന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്ത ഡാർക്ക് ഗ്രേ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡാർക്ക് ഗ്രേ ആട്ടോ. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ ഫസ്റ്റ് വെക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കയ്യിൽ കുറച്ച് സൊല്യൂഷൻ എടുക്കാം. നമുക്ക് ഫസ്റ്റ് റൈറ്റിൽ വെച്ച് നോക്കാം കേട്ടോ. അപ്പം ഞാനിതിൽ റൈറ്റിൽ
കറക്റ്റായിട്ട് ഞാൻ അന്ന് വെച്ചത് അതേപടി തന്നെ റൈറ്റിലേക്കാണ് വെച്ചേക്കുന്നത്. നല്ല രീതിയിൽ കയ്യിൽ ഇത് കഴുകിയിട്ട് തിരിച്ച് വെച്ചിട്ടാട്ടോ ചെയ്യേണ്ടത്. അതായത് നിങ്ങളെ കാണിച്ചു തരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കൈയൊക്കെ വിറക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പം റൈറ്റ് ഇതല്ലേ. അപ്പോൾ ഒരു കണ്ണ് ഞാൻ വെച്ചു കേട്ടോ. അന്ന് എനിക്ക് വെച്ചപ്പോൾ ഇത്രയും കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട്. ഇതാട്ടോ ലെൻസ്. അമ്മോ തളരില്ല ഉണ്ണി, തളരില്ല. അപ്പോൾ നമുക്ക് അടുത്ത കണ്ണും കൂടെ വെക്കാം. ഇനി അടുത്ത കണ്ണിൽ ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേര് ചോദിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ വീഡിയോ എടുക്കണേത്. പക്ഷേ ഇതൊരു കൗതുകമാണ്. എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. അപ്പം എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ലെൻസ് എടുക്കാം. അമ്മോ ഇത് കുറച്ച് നേരം ഭയങ്കര ഇറിറ്റേഷനാട്ടോ, വിചാരിച്ച പോലെ ഒന്നല്ല. അറ്റ് ലാസ്റ്റ് ഒരു വലിയ യുദ്ധത്തിന് ശേഷം ഈ കണ്ണിൽ വെച്ചേക്കുന്നതാണ്. എൻ്റെ അമ്മ. എനിക്ക് അന്ന് വെച്ചപ്പോഴേക്കും സത്യം പറയാലോ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു. അന്ന് വെച്ചപ്പോഴേക്കും സത്യമായിട്ടും പറയാലോ ഞാൻ പെട്ടെന്ന് തന്നെ വെച്ച് കഴിഞ്ഞു. ജസ്റ്റ് വെക്കുക അപ്പം തന്നെ കറക്റ്റായി. പക്ഷേ ഇന്നെന്താണെന്നറിയത്തില്ല, എന്നെ വേർത്ത് കുളിപ്പിച്ച് ക്യാമറ ഇരിക്കുന്നുണ്ടാന്ന് തോന്നണം. നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നണം. പക്ഷേ ഭംഗിയില്ലേ? ഒരു ചെറിയ നീറ്റിലുണ്ട്. ഇത്ര നേരം ട്രൈ ചെയ്തിട്ടാന്ന് തോന്നണം. കുറേ പ്രാവശ്യം സൊല്യൂഷനൊക്കെ ഇട്ട്. അയ്യോ എന്തായാലും കോമഡി ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ വലിയ കാര്യത്തിന് നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് ടൈം വെക്കുന്നതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് വെക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വെച്ചപ്പോഴേക്കും എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ വെച്ച് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എന്നെ കരയിപ്പിച്ച് കളഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമല്ലേ? അപ്പം ഞാൻ ഒന്നും കൂടെ വെളിച്ചത്ത് വന്ന് എൻ്റെ മുഖത്തുള്ള ഈ കണ്ണുനീരൊക്കെ മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലെൻസ് കേട്ടോ. ഡാർക്ക് ഗ്രേ ആണ്. നല്ല ഭംഗിയില്ലേ? എൻ്റെ അമ്മോ, ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ടാണ് ഞാനിത് വെച്ചത്. ഇനി അടുത്തൊക്കെ വെക്കുമ്പോഴേക്ക് എത്ര നേരം എടുക്കും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കണ്ണ് ആക്ച്വലി ആ ഒരു ആദ്യത്തെ ഇറിറ്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഷെയ്ഡ് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എനിക്ക് അന്ന് ഹൽദിയിൽ ഇട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വലിയ മാറ്റം എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ലെൻസ് വെച്ചിട്ടുണ്ടെന്നുള്ള തോന്നില്ലാത്ത രീതിയിലുള്ളൊരു എന്താ പറയുക കളറാണ്. അയ്യോ അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ കോണ്ടാക്ട് ലെൻസ്. ഞാൻ ഫസ്റ്റായിട്ട് സ്വന്തമായിട്ട് വെച്ച് നോക്കിയതും ഈ ഷെയ്ഡാട്ടോ, ഡാർക്ക് ഗ്രേ ആണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് അടുത്തയിലേക്ക് പോവാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇത് ഊരാൻ പോവാണ്. അപ്പം ഊരുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ ഈ ഒരു ലെൻസ് ഞാൻ കേസിലിട്ട് വെച്ചത്. അപ്പോൾ ഓരോ തവണ നമ്മൾ ഊരിയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഈ കേസിൽ നമ്മൾ സൊല്യൂഷൻ മാറ്റിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പുതിയ സൊല്യൂഷനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ കണ്ണിൽ നിന്ന് ലെൻസ് എടുത്തിട്ട് കുറച്ച് സൊല്യൂഷൻ ഇട്ട് റബ്ബ് ചെയ്തിട്ട് വേണം ഈ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് വെക്കാനായിട്ട്. 2 തവണ സൊല്യൂഷനിൽ റബ്ബ് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് വെക്കാൻ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ലെൻസ് ഊരട്ടെ. എന്നിട്ട് കറക്റ്റായിട്ട് റൈറ്റും ലെഫ്റ്റും ഏതാണെന്ന് വെച്ചാൽ അതിൽ തന്നെ പ്ലേസ് ചെയ്ത് ഇടുക.
അപ്പം ഞാനിത് ഊരിയിട്ട് സൊല്യൂഷനിൽ വാഷ് ചെയ്തിട്ട് വെക്കുന്ന കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മിററിലേക്ക് പോകും. ഇത് ഊരണത് ഭയങ്കര സിമ്പിളാട്ടോ. ആക്ച്വലി എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് അറിയത്തില്ല, പൊതുവെ എനിക്ക് അന്ന് ഊരിയപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നിയത് കേട്ടോ. ജസ്റ്റ് കൈ വെച്ചിട്ട് താഴത്തേക്കൊന്ന് ആക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ കയ്യിൽ നഖം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് സൊല്യൂഷൻ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക, പുറത്തും താഴെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് റൈറ്റ് സൈഡിൽ ഇതിടുക കേട്ടോ. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ അതെ റൈറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഊരാം കേട്ടോ. ഈ ഊര എന്ത് സിമ്പിളാന്ന് അറിയൂ. സൊല്യൂഷൻ ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ക്യാപ്പ് വെച്ച് ഇത് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. ഞാൻ ഇതിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഡാർക്ക് ഗ്രേ എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി ഇത് ഞാൻ ഓൾറെഡി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഇനി ബാക്കിയുള്ളത് വെക്കാനാട്ടോ ഞാൻ കുറച്ച് ത്രില്ലായിട്ടിരിക്കുന്നത്. കാരണം ബാക്കിയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഏത് യൂസ് ചെയ്യണം എന്ന് നോക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഓഷ്യൻ ഗ്രീൻ വെച്ച് നോക്കാം. ഇതട്ടോ, ഇത് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു സാധനം വെച്ച് വരുമ്പോഴേക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഊരാട്ടോ. ആക്ച്വലി ഇതിൽ തന്നെ സൊല്യൂഷൻ ഉണ്ട്. ഞാൻ പക്ഷേ ഈ ഒരു സൊല്യൂഷന് നമ്മുടെ സൊല്യൂഷനിലേക്ക് ഒന്ന് വാഷ് ചെയ്തിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെക്കാം. അയ്യോ, ഈ ഒരു കളർ ചേരുന്നുണ്ടോ? എനിക്ക് പേടിയാവണുണ്ടോ എന്നെ കണ്ടിട്ട്? രണ്ടും കൂടെ വെക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം ഈ കളർ എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഉണ്ടല്ലേ ഈ ഒരു ലെൻസ്. ഇത് പെട്ടെന്ന് തന്നെ അപ്ലൈ ആയിട്ടോ. മറ്റേതുപോലെ നമ്മളെ ടെൻഷൻ അടുപ്പിച്ചില്ല. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രാവശ്യം വെക്കുമ്പോഴാണ് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട്. അയ്യോ, എനിക്ക് പേടിയാവണം എന്നെ തന്നെ കണ്ടിട്ട്. ഒരു പ്രേതൻ ലുക്ക് ഉണ്ടാവും. നിൽക്ക്, ഞാൻ ഈ വരുന്ന വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയട്ടെ കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ അടുത്ത ലെൻസ് കേട്ടോ. എന്തായിരുന്നു? ഓഷ്യൻ ഗ്രീൻ, സോറി, അക്വ ബ്ലൂ ആണ് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ഓഷ്യൻ ഗ്രീൻ ആണ് എനിക്ക് കിട്ടിയത്. എനിക്കൊന്ന് മാറിപ്പോയതാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്കില്ലേ. എനിക്ക് ആക്ച്വലി ഇതിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക്, നമ്മളുടെ ഒരു ഇന്ത്യൻ ടോണിന് പറ്റിയ ഒരു ഷെയ്ഡല്ല ആക്ച്വലി ഇത്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വളരെയധികം നല്ലതാട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എനിക്ക് ഫോട്ടോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇടുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അത് എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് ലെൻസ് വന്നിട്ട്. ഇനി ഞാൻ കുറച്ചു നേരം ആയിട്ടോ ഈ ലെൻസ് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടൊക്കെയാണ് ഞാൻ വന്നിട്ട് ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഊരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിന് സ്ട്രെയിൻ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കുറച്ചു നേരമൊക്കെ ലാല കളിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ലെൻസ് ഊരി ഭദ്രമായിട്ട് കേസിലിട്ട് വെക്കാം. അപ്പോൾ കേസിൽ ഞാൻ ആദ്യം ലോഷൻ നിറക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വെക്കാം. അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ലെൻസ് ഊരാം. ഞാൻ അപ്പോഴേക്കും കേസിൽ സൊല്യൂഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സൊല്യൂഷൻ കയ്യിലിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കേസിലേക്ക് ഇടാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദേ സൊല്യൂഷൻ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ദേ സൊല്യൂഷൻ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കേസിലെ റൈറ്റ് സൈഡിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് റൈറ്റ് മൂടി വെച്ചിട്ട് ഇത് മൂടി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവില്ലേ. അടുത്ത ലെൻസ് ഊരാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയതായിട്ട് ലോഷൻ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റിൽ വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ അതെ, അത് ഊരി വെച്ചു.
ഇനി നമുക്ക് അടുത്ത ഒരു ലെൻസ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ലെൻസ് വന്നിട്ട് നട്ട് ബ്രൗൺ ആണ് കേട്ടോ. ഇതാണ് ഷെയ്ഡ്. അപ്പോൾ അടുത്ത നമുക്ക് ഈ ലെൻസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വെക്കാം. ഫസ്റ്റ് റൈറ്റ് സൈഡ് വെക്കാം. ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കോട് വലിയ വ്യത്യാസം എനിക്ക് തോന്നണില്ല കേട്ടോ. എൻ്റെ സെയിം ഷെയ്ഡായിട്ട് തന്നെ എനിക്ക് തോന്നണത്. രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇതാട്ടോ തേർഡ് വൺ. പക്ഷേ എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. എൻ്റെ കൃഷ്ണമണി കുറച്ചും കൂടെ ഒന്ന് വലുതായെന്ന് മാത്രമേ തോന്നുള്ളൂ കേട്ടോ. എൻ്റെ ആ ഒരു സെയിം ഷെയ്ഡ് പോലെ തന്നെ തോന്നുന്നു. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നാച്ചുറൽ ലുക്ക് തന്നെ തരുന്ന ഒരു ലെൻസാലെ. നട്ട് ബ്രൗൺ എന്നാണ് കേട്ടോ ഈ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കട്ടെ കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ലെൻസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതായത് കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും വെച്ചിട്ടുണ്ട്, പക്ഷേ മറ്റുള്ളവർക്ക് അത് വെച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തോന്നുന്ന ടൈപ്പ് ലെൻസ് നല്ലതല്ലേ. കണ്ണീന്ന് പക്ഷേ വെള്ളം വരല് ആദ്യത്തെ വെച്ച് നോക്കുമ്പോഴേക്കും ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. ആദ്യം എൻ്റെ അമ്മോ ഒരു രക്ഷ ഉണ്ടായില്ല. പക്ഷെ ഇപ്പം എനിക്ക് യൂസ്ഡായി. ചിലപ്പോൾ എനിക്കിവിടെ മറ്റേത് 2 പ്രാവശ്യം വെച്ചതിൻ്റെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ. എന്തായാലും ഇതെനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഈ ലെൻസ് ഊരാൻ പോവാം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനി റിമൂവ് ചെയ്യാം. ഇതെനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്ര വലിയ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നോർമലായി. അപ്പോൾ ഇനി നമുക്ക് ഇത് വേഗം റിമൂവ് ചെയ്യട്ടെ. ഞാൻ കേസിൽ അപ്പോഴേക്ക് ലോഷനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലോഷനിൽ കഴുകിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് വെക്കാം. അപ്പം ഞാൻ ലെൻസ് ഊരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയില്ലേ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആ നേരത്തെ ഇട്ട തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് എൻ്റെ ഒറിജിനൽ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണ് ഞാനീ പറയണേ. അപ്പോൾ ഇനി നമുക്ക് 2 എണ്ണം കൂടെ ആട്ടോ ഉള്ളത്. 2 എണ്ണം ഇപ്പം ചെയ്യണോ അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യണോ? ഇപ്പം തന്നെ നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ 3 എണ്ണം കാണിച്ചു തരാം. എന്നിട്ട് വേറെ വീഡിയോയിൽ ബാക്കി 2 എണ്ണം കാണിച്ചു തരാം കേട്ടോ. കാരണം എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കും ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ 3 എണ്ണം ഇപ്പം ഞാൻ ചെയ്തിട്ട് പിന്നെ 2 എണ്ണം വേറെ ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ 3 ലെൻസിൽ ഏത് ലെൻസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ.